പ്രിയ സ്നേഹിതരെ, ശത്രുക്കളുടെ കാര്യം വിടുക. ക്രിസ്തുവിനെ അടുത്തറിയാവുന്ന, അവൻ ആഴത്തിൽ സ്നേഹിച്ചിരുന്ന ആത്മസുഹൃത്തുക്കൾ പോലും അവൻ്റെ ഉദ്ധാനത്തെ ആദ്യം ഉൾക്കൊണ്ടില്ല എന്നതാ സത്യം. കാൽവരിയിൽ നിസ്സഹായതയോടെ മരിച്ച ക്രിസ്തു അവരുടെ മുഴുവനും പ്രതീക്ഷകളും തകർത്തു കളഞ്ഞു. അതോടെ അവൻ്റെ പ്രവചനങ്ങൾ അവർ മറന്നുപോയി. ധീരനിലപാടുകൾ വിസ്മരിച്ചു. അവൻ പങ്കുവച്ച അനശ്വര സ്വപ്നങ്ങളെ അവഗണിച്ചും കളഞ്ഞു. അവനെ കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുത്ത യഹൂദ നേതാക്കൾക്ക് പോലും ആശങ്കയും ഭയവും ഉണ്ടായിരുന്നു. പിലാത്തോസിനോട് പറഞ്ഞ് കല്ലറയുടെ കാവൽ ഏർപ്പെടുത്തിയത് പിന്നെ എന്തിനാ? 3-ാം നാൾ താൻ ഉയർക്കുമെന്ന് ക്രിസ്തു പറഞ്ഞ കാര്യം യഹൂദർ ഓർത്തുവെച്ചു. ശിഷ്യരാകട്ടെ അവഗണിച്ചും കളഞ്ഞു. ഞായറാഴ്ച അതിപ്രഭാതത്തിൽ സ്ത്രീകൾ കല്ലറയിലേക്ക് വന്നത് ഉദ്ധിതനെ കാണാൻ വേണ്ടിയല്ല, ആ ക്രിസ്തുവിൻ്റെ ചേതനറ്റ ശരീരത്തിൽ തൈലം പൂശുവാൻ വേണ്ടി മാത്രമാണ്. കല്ലറ ശൂന്യമായിരിക്കുന്നതും അടച്ചുവെച്ച കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതും കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല. മാലാഹ വെളിപ്പെടുത്തിയിട്ടും അവരുടെ അവിശ്വാസം മാറിയില്ല. ക്രിസ്തു ഉയർത്തുവെന്ന് അവരിൽ ചിലർ ശിഷ്യരെ അറിയിച്ചപ്പോൾ അവരുടെ പ്രതികരണം ലൂക്ക രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെയാണ് തോന്നിയത്. അവരെ വിശ്വസിച്ചില്ല. ലൂക്ക 24:11. അവർക്കത് കെട്ടുകഥ തന്നെയായിരുന്നു. കാരണം മരിച്ചയാൾ ഇതുവരെയും ഉയർത്തിട്ടില്ല. അത് 3 ദിവസം കഴിഞ്ഞ്. മാരകമായി പീഡിപ്പിക്കപ്പെടുകയും ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെടുകയും ചെയ്തതിന് ശേഷവും, ക്രൂശിക്കപ്പെട്ടതിന് ശേഷവും, 6 മണിക്ക് കുരിശ് തൂക്കപ്പെട്ടതിന് ശേഷവും, നെഞ്ചിലേക്ക് കുന്തമന ആഴ്ന്നിറങ്ങിയതിന് ശേഷവും, 100 രാത്രോളം സുഗന്ധതൈലം പൂശിയ ശരീരത്തിൽ തുണികൊണ്ട് പൊതിഞ്ഞ് വായുസഞ്ചാരമില്ലാത്തൊരു കല്ലറയിൽ അടക്കം ചെയ്തതിന് ശേഷവും, കല്ലറ മുദ്രവെച്ച് കല്ല് വെച്ച് അടച്ചതിന് ശേഷവും, കാവൽക്കാർ കാവലിരുന്നതിനു ശേഷവും അവൻ ഉയർക്കുമെന്ന് ആര് വിശ്വസിക്കാനാ? അതൊരു കെട്ടുകഥ തന്നെയായിരുന്നു അവർക്ക്. എന്നാൽ ഒരിക്കൽ അവർക്ക് ആ ഉദ്ധാന സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന് വേണ്ടി നിലയുറപ്പിക്കുന്നു. അവന് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനും അവർ തയ്യാറാകുന്നു. സംശയിക്കുന്നതൊരു പാപമല്ല. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ സംശയത്തെ ദൂരീകരിച്ച് വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നേ പറ്റൂ. വിശ്വസിക്കണം, അല്ലെങ്കിൽ അവിശ്വാസത്തിലേക്ക് സ്വയം താഴ്ന്നു പോകണം. ഏത് യു ബിലീവ് ഓർ യു ഡോണ്ട്. നൂറ്റാണ്ടുകളായിട്ട് ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ വിശ്വസിക്കുന്നവരും നിഷേധിക്കുന്നവരും ഉണ്ട് ഇവിടെ. നാം ആരുടെ പക്ഷത്ത എന്നതാ ഏറ്റവും ഗൗരവമുള്ളൊരു ചോദ്യം. ആകയാൽ ക്രിസ്തു തോമാസ്ലീഹയോട് പറഞ്ഞ വാക്ക് നമുക്കിപ്പോൾ ഓർക്കാം: അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. സ്റ്റോപ്പ് ഡൗട്ടിങ് ആൻഡ് ബിലീവ്. ആമേൻ.